ഒരുപാട് ആൾക്കാർ ടെസ്ലൻ്റെ കാറുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇതിന് പെട്രോളോ ഡീസലിനൊന്നും ആവശ്യമില്ല. അതേപോലെ ചില സ്ഥലത്ത് ഇതിൻ്റെ ചാർജിങ് ഫ്രീ ആണ്. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ ഒരു ഇത്തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കുന്നുണ്ട്. കുറച്ച് കാലം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റൊക്കെ ഇറക്കും. അങ്ങനെ മാർക്കറ്റ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഐഫോൺ പോലെ എന്താ പറയുക, അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ പോകും. അതേപോലെ വാറണ്ടി കഴിഞ്ഞാൽ ഫോണിൻ്റെ പ്രോബ്ലംസ് തുടങ്ങും. ഇങ്ങനെ ഓരോ പ്രോബ്ലംസൊക്കെ ഇത്തരം കാറുകൾക്കും വരാൻ സാധ്യതയുണ്ട്. വാറണ്ടി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ടെസ്ല കാറിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ പാർട്സിൻ്റെ ആ റേറ്റും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അതിൻ്റെ പല ബോർഡുകളും റോബോട്ടിക് പ്രിൻറ്റഡ് ബോർഡുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് റിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടൊയോട്ടയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടൊയോട്ടൻ്റെ ഏത് വാഹനത്തിൻ്റെ പാർട്സ് നമുക്ക് മസാലപ്പീടിയിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കഴിയും. അങ്ങനെയാണ് അത്രയും അവൈലബിലിറ്റിയാണ് ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ. അതേപോലെ 10, 15, 20 വർഷം നമുക്ക് ടൊയോട്ട കാറുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് കാറുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ വാറണ്ടി പീരീഡ് തീരുന്നതിന് മുന്നേ നമ്മൾ മാക്സിമം ഈ ഒരു വാഹനം യൂട്ടിലൈസ് ചെയ്യണം. എന്നാലേ നമ്മളെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും